ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ VT രവി സീതത്തോട്. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളുന്നു, ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടെത്തോ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളുന്നു, ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടെത്തോ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും, രാജമോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും, രാജമോഹം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവത്തിന് മഹത്വം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിൽ കൂടി ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. രാവിലത്തെ ധ്യാനചിന്തയ്ക്കായി 95-ാം സങ്കീർത്തനം 1, 2, 6 വാക്യങ്ങൾ. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന് സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഈ 95-ാം സങ്കീർത്തനം ആരാധനയുള്ള ബന്ധത്തിൽ ഇതിന്റെ പല ഭാഗങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഇവിടെ ഏകനായിരുന്ന് ആരാധിക്കുന്നതിൽ സങ്കീർത്തനക്കാരൻ സംതൃപ്തി കണ്ടെത്തുന്നില്ല. അതിലുപരിയായി മറ്റുള്ളവരെയും, അതായത് സഹവിശ്വാസികളെ, കൂട്ടുസഹോദരങ്ങളെ ദിവസത്തിലേക്ക് കടന്നു ചെന്ന് ഒന്നിച്ച് ആരാധിക്കുന്ന ഒരു സന്തോഷമായി താൻ കാണുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ സന്തോഷത്തെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കുന്നുണ്ട്. 122-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ക്ഷണം കൂട്ടുസഹോദരന്മാരിൽ നിന്നും സങ്കീർത്തനക്കാരന് ലഭിച്ചപ്പോൾ ഹൃദയത്തിലുണ്ടായ ആ സന്തോഷവും ആനന്ദവും എത്രമാത്രമായിരുന്നെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, കൂട്ടുസഹോദരങ്ങളെ ആരാധനയ്ക്കായി കടന്നു പോകുവാൻ ക്ഷണിക്കുന്നത്, അവരെയും കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒരു സന്തോഷമായി അവർ കാണുന്നു. ഇന്ന് നമുക്ക് എത്ര പേർക്ക് കൂട്ടുസഹോദരന്മാരെ, സഹവിശ്വാസികളെ ആരാധനയ്ക്ക് കടന്നു പോകുവാനും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അവരുമായി ഒന്നിച്ച് ആരാധിക്കുന്നതിൽ നമുക്ക് എത്ര പേർക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. 42-ാം സങ്കീർത്തനം 4-ാം വാക്യം, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. കോരപുത്രന്മാര് കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടുസഹോദരന്മാരുമായ ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിച്ച അനുഭവത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ആ സന്തോഷം അവരുടെ പ്രകടമാക്കുകയാണ്. നാമും ആഴ്ചപ്പെട്ട 1-ാം ദിവസം ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ കഴിയണം. 103-ാം സങ്കീർത്തനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ നമ്മെ മറന്നു പോകരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകാതെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പ്രഭാതത്തിൽ ആ വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുളവാകണം.
വലിയ വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി സഹവിശ്വാസികളുമായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് എത്ര പേർ കാഴ്ചവെട്ടുന്ന ആ ദിവസം ആ നിലയിൽ കടന്നുപോകാൻ കഴിയുന്നുണ്ട്? അതോ നാം ആരാധനയെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഉപേക്ഷയായി വിചാരിക്കുന്നവരാണോ? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. 100 സങ്കീർത്തനം 2 വാക്യം, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തെ സേവിക്കുന്നത് ഒരു സന്തോഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം ഒന്നിരിഞ്ഞു നോക്കിയാൽ നമുക്ക് സന്തോഷമില്ലായിരുന്നു. നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് പ്രത്യാശ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പാപത്താൽ ബന്ധിക്കപ്പെട്ട് പാപസംബന്ധമായി അലഞ്ഞുതിരിഞ്ഞ് നടന്നവരായിരുന്നു നാം. സന്തോഷത്തിന്റെ മറ്റ് പല മാർഗങ്ങളും കണ്ടെത്തി അവയിൽ ആനന്ദം കണ്ടെത്തി നമ്മുടെ സമയം ചെലവഴിച്ചവരായിരുന്നു നാം. എന്നാൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. രക്ഷകനായ കർത്താവിനെ അയച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ആ രക്ഷ നമുക്ക് തന്നു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ വലിയ സന്തോഷം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ നല്ല രക്ഷകൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചവനായ ആ കർത്താവിന് മഹത്വം നാം കരയേറ്റേണ്ടവരാണ്. ആരാധനയ്ക്ക് യോഗ്യൻ രക്ഷയുടെ പാറയാകുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആകയാൽ നാം മഹത്വവും ബഹുമാനവും ശക്തിയും ധനവും ബലമെല്ലാം കർത്താവിന് അർപ്പിച്ച് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ആഴ്ചവട്ടം 1-ാം ദിവസം കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ മടിയരായി തീരാതെ നമ്മുടെ പ്രാണന് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി സ്വന്തം പ്രാണനെ നമുക്ക് തന്ന് ചെങ്കലച്ചോര ഊറ്റിത്തന്ന് നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷിതാവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തുവിന് സകല സ്തുതി ബഹുമാനം അർപ്പിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.